കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രൻ ക്രിമിനലാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂരിലെ ചരിത്ര സെമിനാറിലെ പ്രതിഷേധങ്ങൾ സൂചിപ്പിച്ചായിരുന്നു വി സിക്കെതിരെ ഗവർണറുടെ ആരോപണം. തന്നെ കായികമായി നേരിടാൻ വി സി ഒത്താശ ചെയ്തു. ഡൽഹിയിലാണ് ഗൂഢാലോചന നടത്തിയതെന്നും രാജ്ഭവൻ അംഗീകരിച്ച പരിപാടിയിൽ മാറ്റം വരുത്തിയെന്നും ഗവർണർ ആരോപിച്ചു. Rajbhavan asked him to send the report what he saw on the stage. He refused to send the report. He is a criminal and he was party to this conspiracy where they wanted to hurt me physically, and that is why I am using strong language. This man, only because, leave aside the appointment of the associate professor, this man is sitting as vice chancellor because of political reasons. It is not just one appointment. He goes and constitutes board of studies, violates the law. His order is set aside by the High Court. He has made several other appointments. Why? Because he is not behaving like vice chancellor. He is not behaving like an academic. He is behaving like a party cadre. വി സിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങും. എല്ലാ പരിധികളും ലംഘിച്ചാണ് വി സി പ്രവർത്തിക്കുന്നത്. നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വി സി നടത്തി. പാർട്ടി കേഡറെ പോലെയാണ് വി സി പ്രവർത്തിക്കുന്നതെന്നും ഗവർണർ ആവർത്തിച്ചു. സർക്കാരുമായി തനിക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്താനല്ല നടപടികളെന്നും ഗവർണർ പറഞ്ഞു. Now process has started. I will never allow my anger to overcome me. I will always follow the due process of law. Whatever is provided in the law, this man has ruined the Kannur University. It is not just one appointment. He goes and constitutes board of studies. ടി ജി സൈത്താണ് ചേരുന്നത്. സൈത്ത്, ഗവർണർ ഘടിപ്പിക്കുകയാണ്. മറ്റന്നാൾ അദ്ദേഹം എത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അസാധാരണമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ ബന്ധത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കണ്ണൂർ വി സിക്കെതിരെ കടുത്ത ഭാഷയിൽ ചാൻസലർ കൂടിയായ ഗവർണർ രംഗത്തെത്തുന്നു. ഒരു ക്രിമിനൽ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു തരത്തിലും വി സി സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്തയാളാണ് കണ്ണൂർ വൈസ് ചാൻസലർ. ഒപ്പം തന്നെ അദ്ദേഹം ഗൂഢാലോചന നടത്തി തനിക്കെതിരെ. ഒപ്പം തുടരുന്നത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ്, രാഷ്ട്രീയ ഒത്താശയാണ് അതിൽ പിന്നിൽ എന്നടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വൈസ് ചാൻസലർക്കെതിരെ നടത്തുന്നത്. നമ്മൾ നേരത്തെയും കണ്ടതാണ്. അവിടെ പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, ആ വിവാദത്തിൽ വി സി എടുത്ത നിലപാട്, ഗവർണർ നിയമനം മരവിപ്പിച്ചപ്പോൾ അതിനെ പരസ്യമായി ചോദ്യം ചെയ്യാൻ വൈസ് ചാൻസലർ തയ്യാറായെന്ന അസാധാരണ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിച്ചിട്ടും അത് നൽകാനും അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ഇതൊക്കെയാണ് ഗവർണറെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കടുത്ത നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാകാൻ. 23-ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്ത് മടങ്ങിയെത്തും. അദ്ദേഹം മടങ്ങിയെത്തുന്ന മുറയ്ക്ക് കൂടുതൽ കടുത്ത നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂർ വി സിയുമായി ബന്ധപ്പെട്ട വിവാദം മാത്രമല്ല, അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തെ സർവകലാശാലയിലെ ഈ തരത്തിലുള്ള ആരോപണമുയർന്ന എല്ലാ നിയമനങ്ങളും അന്വേഷിക്കാൻ അദ്ദേഹം ഒരു സമിതിയെ ഗവർണർ നിയോഗിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രകോപനപരമായ നീക്കങ്ങൾ കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് ഗവർണറെ പ്രേരിപ്പിച്ചേക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ സർക്കാർ കക്ഷിയല്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കമുള്ള വിശദീകരണം. പക്ഷേ അതായിരിക്കില്ല. സർവകലാശാല നടത്തുന്ന, അല്ലെങ്കിൽ സർവകലാശാല വി സി നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ സർക്കാരിൻ്റെ കൂടെ പിന്തുണയുണ്ട് എന്നതാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. അതുകൂടി കണ്ടറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. എന്തായാലും ഒരു അസാധാരണ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. ഗവർണർ സർക്കാർ ബന്ധത്തിൽ അസാധാരണമായൊരു വിള്ളൽ വീണിരിക്കുന്നു. അതിൽ ഇനി കൂടുതൽ തുടർ നീക്കങ്ങൾ ഏത് തരത്തിൽ ഉണ്ടാകുമെന്നതും പ്രസക്തമാണ്. സൈത്യം തുടരുക. ഇപ്പോൾ ജ്യോതികുമാർ ചമക്കാർ കൂടെ ചേരുന്നു. ശ്രീ ജ്യോതികുമാർ, ഇതിപ്പോൾ അതിരൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത് കണ്ണൂർ വി സി, മാത്രമല്ല പല നിയമനങ്ങളെയും. എങ്ങനെ കാണുന്നു ഇന്നത്തെ വിമർശനങ്ങളെ ഗവർണറുടെ? അല്ല, ഇതിനകത്ത് ചാൻസലറെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്റ്ററി കോൺഗ്രസിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ഗവർണർ നേരത്തെ തീരുമാനിച്ചു കൊടുത്ത ടൈമിങ് ഷെഡ്യൂളെല്ലാം തെറ്റിച്ചതും അദ്ദേഹത്തെ അവിടെ കായികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. ക്രിമിനൽ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വൈസ് ചാൻസലറെ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഏതായാലും അവിടെ ഞങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായമുള്ളത്, അങ്ങനെയുള്ള ഒരാളെ പുനർനിയമനം നൽകിയത് നടപടി ശരിയായില്ല എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയുന്നു, എന്നും പറയും. അപ്പോ അത്തരത്തിലൊരാളെ ആരുടെ സമ്മർദ്ദത്തിന്റെ പുറത്തായാലും അങ്ങനെ പുനർനിയമനം നടത്തിയത് ശരിയല്ല, അംഗീകരിക്കാനാകില്ല. പക്ഷെ അദ്ദേഹം അത് തെറ്റായി പോയിന്നും താൻ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ കോടതിയിൽ പോയപ്പോൾ അദ്ദേഹം അതിനെ നിസ്കരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ വിഷയങ്ങളിൽ സ്വാഭാവികമായും ഗവർണറും
പിന്നെ വൈസ് ചാൻസലർ തമ്മിലുള്ള തർക്കത്തിൽ അവിടെ അദ്ദേഹം വൈസ് ചാൻസലറെ അഭിസംബോധന ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് വേണമായിരുന്നു അത് തീരുമാനമെടുക്കാൻ. ഏതായാലും അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അക്കാദമിക രംഗത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കേസെടുപ്പിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുകയോ ചെയ്യാമായിരുന്നു. ഇന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ IPC സെക്ഷനൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അത് സംഭവം നടന്നിട്ട് ഇത്രയും കാലത്തിന് ശേഷമാണ് അല്ലേ? അതെ, അന്ന് തന്നെ ചെയ്യാമായിരുന്നല്ലോ. അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് അദ്ദേഹം അത്തരത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അങ്ങനെ അദ്ദേഹത്തിന് ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ ചെയ്യണമായിരുന്നു. അക്കാദമിക കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായ അക്കാദമിക കാര്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പിന്തുണ കൊടുക്കുകയും ചെയ്യും. ഏതായാലും മറ്റന്നാൾ അദ്ദേഹം എത്തും. വളരെ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷത്തിന്റെ റോളം തീർച്ചയായിട്ടും അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നടപടികളും നീക്കങ്ങളും കാണേണ്ടത് നമുക്ക് തീരുമാനിക്കും. ഏതായാലും അക്കാദമിക രംഗത്ത് ആക്ടിന്റെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും പിൻബലത്തിൽ അദ്ദേഹം നടക്കുന്ന നല്ല നടപടികളെ നമ്മൾ പൂർണ്ണമായും പിന്തുണയ്ക്കും. നന്ദി ശ്രീ ജ്യോതികുമാർ ചെറുമുക്കാര. ശ്രീ ശശികുമാർ കൂടി ചേരുന്നു, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ. ശ്രീ ശശികുമാർ, ഒരു വല്ലാത്ത തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ സംഭവവികാസങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ച പദം ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ പറയുകയാണ്, കേരളത്തിലെ സർവകലാശാലകളിൽ അക്കാദമിക് ക്രിമിനലിസം നടക്കുകയാണ്. കാരണം കേരളത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് സർവകലാശാലയിലും കോളേജിലും ഉള്ളത്. പക്ഷെ ഇവരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അധ്യാപകർ എന്ന വേഷം കെട്ടി നടക്കുന്ന കുറെ അക്കാദമിക് ക്രിമിനൽസ് ആണ്. അവർ പറയുന്നത് പൊളിറ്റിക്കൽ അക്കാദമിഷ്യൻസ് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ അവർക്ക് ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയന്ത്രിക്കുന്നത് ഈ ക്രിമിനൽസ് ആണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഏറ്റവും ഉന്നതി നിൽക്കുന്നത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഞങ്ങൾ വന്ന സമയം മുതൽ കാണുകയാണ്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് അദ്ദേഹം പർപ്പസ്ഫുള്ളായിട്ടാണ് മറ്റ് വൈസ് ചാൻസലർമാരിൽ വിഭിന്നമായിട്ട് ഓൺലൈൻ ഇന്റർവ്യൂ എന്ന് പേര് കൊടുത്തു. കാരണം എനിക്ക് സമയമില്ല, എന്റെ സമയം വളരെ പ്രഷ്യസ് ആണ്. അല്ല, പുള്ളി ബേസിക്കലി ഹീസ് എ ഫ്രോഡ്. ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഗവർണർ വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹം ഈ റീഅപ്പോയിന്റ്മെന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞു ഇദ്ദേഹത്തിന് യാതൊരു കാരണവശാലും കേരളത്തിലെ ഇദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കാൻ പാടില്ല. ഒന്ന്, ചട്ടവിരുദ്ധമാണ്. രണ്ട്, ഇദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും പുള്ളി ആദ്യം എതിർത്തുവെങ്കിലും അവസാനം മുഖ്യമന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങിയെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങളോട് രണ്ടാമത് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷേ മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിൽ തന്റെ താല്പര്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നടക്കുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും ഈ അക്കാദമിക് ക്രിമിനലിസം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം വേറെ കാര്യം സൂചിപ്പിച്ചത് അവിടുത്തെ ഹിസ്റ്ററി കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവം. അത് ശരിയായിരിക്കും, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. അവരുടെ അക്കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾ കൂട്ടുകയെന്നാൽ അവരും ഫ്രോഡാണ് കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇത് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണ്. ഗവർണർക്ക് തെറ്റ് തിരുത്തണം. ഈ തെറ്റ് കാണിച്ചിട്ടുള്ള എന്തായാലും കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയയുടെ നിയമനം ആദ്യം മുതൽ തന്നെ അദ്ദേഹം ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുള്ള ഒരു ഫ്രോഡ് പരിപാടിയാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ നിയമനം ഞങ്ങളുടെ ആവർത്തി ഇറങ്ങിയതാണ്. ഗവർണറുടെ ആക്ട് അനുസരിച്ച് 96 യൂണിവേഴ്സിറ്റി വന്നത് മുതൽ ഗവർണറുടെ അധികാരത്തിൽപ്പെട്ടാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് നോമിനേഷൻ. അദ്ദേഹം സ്വന്തമായിട്ട് നടത്തി. കോളേജുകൾക്ക് അപ്ലിക്കേഷൻ കൊടുത്തു. സിൻഡിക്കേറ്റ് പോലും അറിയാതെ UGC നോംസ് വയലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം കോളേജുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സ്റ്റെപ്പെടുത്തു. ഇവ കാര്യങ്ങൾ മാത്രമല്ല, നടത്തിയിട്ടുള്ള നിയമനങ്ങൾ മുഴുവനും അഴിമതിയാണ്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അക്കാദമിക് ക്രിമിനൽ ആണെന്ന് സംശയമില്ല. അതുകൊണ്ട് ഈ പദപ്രയോഗം അദ്ദേഹത്തിന് പരിപൂർണമായി യോജിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ശശികുമാറാണ് അപ്പോൾ സംസാരിച്ചത്. സൈത്ത്, ഏതായാലും അദ്ദേഹം എത്തുന്നതോടുകൂടി സർക്കാർ ക്യാമ്പുകളുടെ ഒരു മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഇനി ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് VC-ക്കെതിരെ നിയമ നടപടി അടക്കം സാധ്യതകളടക്കം അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക്.
സൈത്തുമായിട്ടുള്ള ടെലിഫോൺ കട്ടായിരിക്കുന്നു. ഏതായാലും വളരെ സജീവമായ വിഷയമായി നിൽക്കുകയാണ് ഗവർണർ സർക്കാർ പോര്. അത് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സർവകലാശാല വിവാദങ്ങളിൽ ഗവർണർ നിലപാട് ഘടിപ്പിച്ചതോടെ സർക്കാരും കൂടുതൽ കരുതലോടെ നീങ്ങാൻ ഒരുങ്ങുന്നു. സർവകലാശാലയിലെ ബന്ധു നിയമനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതി വരുന്നത് ഗവർണറുമായി അസാധാരണ ഏറ്റുമുട്ടൽ വേണ്ടിവരുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഗവർണറുടെ നീക്കങ്ങൾ സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമുണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മുൻ ഗവർണർമാരിൽ നിന്നും വ്യത്യസ്തമായി ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലയിൽ വലിയ ഇടപെടൽ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നുണ്ട്. ഈ നീക്കം അംഗീകരിച്ചു കൊടുത്താൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലെല്ലാം കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമുള്ളവർ വൈസ് ചാൻസലർമാരാകും. ബിജെപിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൂടി ഗവർണറുടെ നീക്കത്തിന് പിന്നിലുണ്ട് എന്നത് മുന്നിൽ കണ്ടാണ് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി നിയമനീക്കത്തിന് സർക്കാർ ഒരുങ്ങിയത്. കണ്ണൂർ സർവകലാശാല വിവാദത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറെ ചോദ്യം ചെയ്ത് വൈസ് ചാൻസലർ രംഗത്ത് വന്നതും കേരള സർവകലാശാല ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കിയതും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ചാണ്. എന്നാൽ ഒരു പടി കൂടി കടന്നാണ് ഗവർണറുടെ നീക്കം. സർവകലാശാലകളിലെ ബന്ധു നിയമന വിവാദത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിക്കാനുള്ള നീക്കത്തെ ആശങ്കയോടെയാണ് സർക്കാർ കാണുന്നത്. പുതിയ സാഹചര്യത്തിൽ ഗവർണറെ പ്രകോപിപ്പിക്കാതെ നിയമഭേദഗതി നീക്കത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുമോ എന്നാണ് അറിയേണ്ടത്. 23-ന് സംസ്ഥാനത്ത് തിരിച്ചെത്തുന്ന ഗവർണർ സമിതിയെ നിയോഗിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും. കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിയാകും ഗവർണർ രൂപീകരിക്കുന്ന സമിതി എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള ആശങ്ക. സർവകലാശാല വിഷയങ്ങൾക്ക് പുറമെ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു വിഷയങ്ങളും വരാനിരിക്കുന്നു. ലോകായുക്ത നിയമഭേദഗതിയടക്കം നിയമസഭയിൽ അവതരിപ്പിച്ച ഗവർണറുടെ മുന്നിലെത്തുമ്പോൾ കൂടുതൽ വിശദീകരണം തേടി ബില്ലിൽ ഒപ്പിടുന്നത് വൈകിപ്പിക്കുമോ എന്ന ആശങ്കയും സർക്കാരിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സന്ദീപ് വാര്യർ കൂടി ചേരുന്നു. സന്ദീപ്, ഏതായാലും വളരെ രൂക്ഷമായ പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. എങ്ങനെ കാണുന്നു? നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ തലവനായിട്ടുള്ള ഗവർണറെ ശാരീരികമായി ആക്രമിക്കാൻ പോലുമുള്ള ശ്രമമുണ്ടായി എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ ലംഘനവും പ്രോട്ടോകോൾ ലംഘനവും ഒക്കെയാണ് നടന്നത്. നമ്മളെല്ലാവരും ആ വിഷയത്തിൽ ഗവർണർക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണ ശ്രമത്തെ എല്ലാവരും അപലപിച്ചതാണ്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും എവിടെയും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ രാജ്യത്തെ പ്രോട്ടോകോളിന്റെ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗവർണറെ പോലെയുള്ള ഒരു ഭരണഘടനാ പദവിക്ക് നേരെ നടന്ന ആക്രമണം, ആ ആക്രമണത്തെ പോലും വളരെ നിസ്സാരമായി കാണാനും ലഘൂകരിക്കാനും വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക? ഇന്ന് ഗവർണർ വളരെ കൃത്യമായി രാജ്യത്തിന്റെ നിയമസംഹിതയിലുള്ള ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഒരു ക്രിമിനൽ കോൺസ്പിറസിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് കണ്ണൂരിലെ വൈസ് ചാൻസലർ എന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാർ കൂടി ഈ വിഷയം ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർക്ക് നേരെ ഇതുപോലെ ഒരു ആക്രമണ ശ്രമം നടന്നു, അദ്ദേഹത്തെ പരസ്യമായി വേദിയിൽ വെച്ച് അപമാനിക്കാൻ ശ്രമം നടന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വേണ്ട നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് VC റിപ്പോർട്ട് നൽകാൻ പോലും തയ്യാറായില്ല? ഈ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ച് അവിടെയെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ വൈസ് ചാൻസലർമാരായി പ്രതിഷ്ഠിച്ച് അതെല്ലാം പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റിയതിന്റെ ദുരനുഭവമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ശുചീകരിക്കാനുള്ള അവിടുത്തെ അനധികൃത നിയമനങ്ങൾ അതിനെതിരായിട്ടൊക്കെ നിലപാട് സ്വീകരിക്കുന്ന ഗവർണറുടെ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് ഉറപ്പാണ്. സന്ദീപ് വാര്യരാണ് പ്രതികരിച്ചത്.